ചാറ്റ്ബോട്ടുകളുടെ ഉപയോഗം ഇന്ന് ഏത് മേഖലയിലും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ തരുന്ന വലിയൊരു പണിയെക്കുറിച്ച് പലർക്കും ധാരണയില്ല. ഗ്രോക്ക്, ChatGPT, DeepSeek അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാറ്റ്ബോട്ടിലേക്ക് നമ്മൾ അയക്കുന്ന ഓരോ സന്ദേശവും എത്രത്തോളം വൈദ്യുതി, സെർവർ സ്പേസ്, മറ്റ് വിഭവങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു എന്ന കാര്യം മിക്കവരും ചിന്തിക്കാനിടയില്ല. യോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോസസ്സിംഗ് പവർ ആവശ്യമാണ്. അതിനായി വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നു. ചാറ്റ്ബോട്ടുകളെല്ലാം പ്രവർത്തിക്കുന്നത് വലിയ അളവിൽ ഊർജ്ജം ആവശ്യപ്പെട്ടുള്ള കൂറ്റൻ ഡാറ്റാ സെന്ററുകളുടെ പിന്തുണയോടെയാണ്. അതിനർത്ഥം ലളിതവും അനാവശ്യവുമായ ഒരു ചോദ്യം പോലും ഊർജ്ജവും മറ്റു വിഭവങ്ങളും ഉപയോഗിക്കുന്നു എന്നാണ്. ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ എല്ലാ ദിവസവും നിസാര കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ടെക് കമ്പനികൾക്കും ഭൂമിക്ക് തന്നെയും വലിയ ഭാരമായി മാറിയേക്കും. ജനറേറ്റീവ് ഗ്രോക്ക് 4, ChatGPT, ജെമിനി തുടങ്ങിയ മോഡലുകളുടെ പരിശീലന ഘട്ടത്തിൽ വളരെ ഉയർന്ന അളവിൽ ഊർജ്ജം ഉപയോഗിക്കുന്നു. പരിശീലനത്തിന് ശേഷവും ചെറിയ തോതിലാണെങ്കിലും ഓരോ ആശയവിനിമയത്തിനും കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമായി വരുന്നു. താരതമ്യേന പുതിയ സംവിധാനങ്ങളാകയാൽ എത്രമാത്രം ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. എന്നാൽ ചില കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. ഉദാഹരണത്തിന്, നന്ദി പോലെയുള്ള ഒരു വാക്കിന് മറുപടി നൽകാൻ ഏകദേശം 0.001 മുതൽ 0.01 കിലോവാട്ട് വരെ വൈദ്യുതി ഉപയോഗിക്കുമെന്ന് DeepSeek പറയുന്നു. ഇത് വളരെ ചെറിയ അളവിലുള്ള വൈദ്യുതി ഉപയോഗമായി തോന്നാം. എന്നാൽ ഉപയോഗം വർദ്ധിക്കുന്നതോടെ കാര്യങ്ങൾ മാറിമറിയും. 10 ലക്ഷം പേർ എല്ലാ ദിവസവും നിസ്സാരമായ ഇത്തരം സന്ദേശം അയച്ചാൽ ഊർജ്ജ ഉപയോഗം പ്രതിദിനം 1000 മുതൽ 10,000 കിലോവാട്ട് വരെ എത്തിയേക്കാം. ഒരു വർഷം കൊണ്ട് ഇത് നൂറുകണക്കിനും ആയിരക്കണക്കിനും മെഗാവാട്ട് അവറുകളായി മാറിയേക്കാം. നിരവധി വീടുകൾക്ക് മാസങ്ങളോളം വൈദ്യുതി നൽകാൻ പര്യാപ്തമായ വൈദ്യുതിയാണ് ഇത്.